ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ കാണിക്കുന്നുണ്ട്, അതോലെ ഓരോ പ്രവാചകന്മാരുടെ ഖബർ കാണിക്കുന്നുണ്ട്. ആ ഖബറുകളെല്ലാം കെട്ടിപ്പൊക്കിയിട്ടാണ് കാണുന്നത്. പിന്നെ വേറെയും പള്ളികളുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഖുർആൻ ചൈത്രഭൂമിയിലൂടെ എന്ന പേരിൽ ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്, പലരും ഇറക്കിയിട്ടുണ്ടാവാം. ആ കാസറ്റില് പല രാജ്യങ്ങൾ കാണിക്കുമ്പോൾ, ഇറാഖ്, ഇറാൻ, ഈജിപ്ത്, തുർക്കി പോലുള്ള പ്രദേശങ്ങൾ കാണിക്കുമ്പോൾ അവിടെയൊക്കെ പല ഖബറുകളും ഉയർത്തപ്പെട്ട വലിയ ദർഗകൾ കാണിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഖബർ അത് കാണിക്കുന്നുണ്ട്. ശരിയാണ്. അതേപോലെ ദാവൂദ് നബിയുടെ ഖബർ, അയ്യൂബ് നബിയുടെ ഖബർ എന്നൊക്കെ പല ഒരുപാട് ഖബറുകൾ കാണിക്കുന്നുണ്ട്. അതിൽ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, പഴയ കാലങ്ങളിൽ അഥവാ പ്രവാചകർക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അംബിയാഇന്റെ ഖബറുകളെ കെട്ടി ഉയർത്തി ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട്. ശരിയാണ്. ആരാ ചെയ്തത്? ജൂത ക്രൈസ്തവർ. അതുകൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടത്. നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞല്ലോ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദികളെയും നസാറകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവിടെ അംബിയാഇന്റെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. യഹൂദികൾ അംബിയാക്കൾ ആരാ? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ. അവർ തന്നെയാണ് അവരുടെ അംബിയാക്കൾ എന്ന് പറഞ്ഞത്. ആ അംബിയായിന്റെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഉയർത്തപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് അംബിയാക്കൾ ചെയ്തതല്ല, അംബിയായിന്റെ അനുയായികളായ അന്നത്തെ ആ സ്വഹാബിമാർ ചെയ്തതല്ല, നേരെ മറിച്ച് ജൂത ക്രൈസ്തവർ ചെയ്തതാണ്. അതിന്റെ പേരിൽ അവർ ശപിക്കപ്പെടുകയും ചെയ്തു. രണ്ടാമത്, പല പ്രവാചകന്മാരുടെയും പേരിൽ വ്യാജമായ ഖബറുകൾ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പല സ്ഥലത്തും ഖബറുകൾ ഇന്നാളുടേതാണെന്ന് പറയും, ആളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണമായി ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച കാണാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ഒരുപാട് വ്യാജമായി ഉണ്ടാക്കപ്പെട്ട ഖബറുകൾ. അദ്ദേഹം പറയാ, വമിൻ ദാലിക് ഇദ്ദത്തു അംകിന ബിദിമഷ്ക്, ഡമാസ്കസിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം, മഷ്ഹദുൻ ലി ഉബയ്യ് ഇബ്നു കഅബ് ഖാരിജൽ ബാബി ശർഖി, ഡമാസ്കസിലെ അൽ ബാബു ഷർഖിയുടെ പുറത്തുഭാഗത്തായി ഉബയ്യ് ഇബ്നു കഅബിന്റെ ഒരു വലിയ ജാറം ഡമാസ്കസിലുണ്ട്. എന്നാൽ വലാ ഖിലാഫ് ബൈന അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അന്ന ഉബയ്യ് ഇബ്നു കഅബ് ഇന്നമാ തൂഫിയ ബിൽ മദീന വലം യമൂത് ബിദിമഷ്ക്, ഉബയ്യ് ഇബ്നു കഅബ് മരിച്ചത് മദീനയിലാണ്, ഡമാസ്കസിലല്ല. അത് അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് എല്ലാവരും ഏകോപിച്ച് പറഞ്ഞതാണ്. ഉബയ്യ് ഇബ്നു കഅബ് മദീനയിലാണ് മരിച്ചത്, പക്ഷെ ജാറം എവിടെയാ? ഡമാസ്കസിൽ. മരിച്ചത് മദീനത്ത്, ജാറം ഡമാസ്കസിൽ. കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, വലം വല്ലാഹു അഅലം ഖബറു മൻഹു, അത് ആരെ ഖബറാ അല്ലാഹുക്കറിയാ. ലാകിൻഹു ലൈസ ബിഖബറി ഉബയ്യ് ഇബ്നു കഅബ് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാ ശക്കിൻ, നബിയുടെ സ്വഹാബിയായ ഉബയ്യ് ഇബ്നു കഅബിന്റെ ഖബറേ അല്ല, സംശയം തന്നെ ഇല്ല. വകദാലിക മകാനു ബിൽ ഹായിത്തിൽ ഖിബലി ബിജാമിഇ ദിമഷ്ക്, ഡമാസ്കസിലെ ജുമുഅത്ത് പള്ളിയുടെ ഖിബലയുടെ ഭാഗത്ത് ചുമരിന്റെ അപ്പുറത്തായി കൊണ്ട് മറ്റൊരു ദർഗയുണ്ട്. യുഖാലു, പറയപ്പെടുന്നു, ഇന്ന ഫീഹി ഖബറു ഹൂദ് അലൈഹിസ്സലാം, അത് ഹൂദ് നബിയുടെ ഖബറാണ് എന്നാണ് പറയപ്പെടുന്നത്. വമാ അലിംതു അഹദൻ മിൻ അഹ്ലിൽ ഇൽമി, അറിവുള്ള പണ്ഡിതന്മാരായ ഒരാളും പറഞ്ഞതായി എനിക്കറിയില്ല. ദക്കറ അന്ന ഹൂദൻ അന്നബിയ്യു നബിയ മാത ബിദിമഷ്ക, ഹൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡമാസ്കസിൽ മരിച്ചുവെന്ന് ആലിമീങ്ങളാരും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ബൽ ഖദ് ഖീല ഇന്നഹു മാത ബിൽ യമനി, അത് യമനിലാണ് മരിച്ചത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. വഖീല ബി മക്കത, മക്കയിലാണ് എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഡമാസ്കസിലാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദർഗ എവിടെയാ? ഡമാസ്കസിലാണ്. ഫഇന്ന മബഹസു കാന ബിൽ യമൻ, കാരണം അദ്ദേഹം നബിയായി നിയോഗിക്കപ്പെട്ടത് യമനിലാണ്. വമഹാജിറുഹു ബഅദ ഹലാകി ഖൗമിഹി കാന ഇലാ മക്ക, പിന്നീട് അദ്ദേഹം ഹിജ്റ വന്നത് മക്കയിലേക്കുമാണ്. ഫഅമ്മ ശാം ലാ ഹിയ ദാറുഹു വലാ മഹാജിറുഹു, ഷാം സിറിയ എന്നത് ഹൂദ് നബിയുടെ അദ്ദേഹം നിയോഗിക്കപ്പെട്ട നാടുമല്ല, അദ്ദേഹം ഹിജ്റ പോയ നാടുമല്ല. ഫമൗതുഹു ബിഹാ വൽ ഹാലു ഹാദിഹി മഅ അന്ന അഹ്ലൽ ഇൽമി ലം യദ്കുറുഹു ബൽ ദക്റു ഖിലാഫഹു ഫീ ഗായത്തിൽ ബുഅദി, അതുകൊണ്ട് അവിടെ ഹൂദ് നബിയുടെ ഖബറുണ്ടാകുക എന്നത് അതിവിദൂരമായ കാര്യമാണ്. വകദാലിക മസ്അദുൻ ഖാരിജൽ ബാബിൽ ഗർബി മിൻ ദിമഷ്ക, ഡമാസ്കസിന്റെ പടിഞ്ഞാറേ കവാടത്തിനപ്പുറത്ത്
ഒരു ജാറമുണ്ട്. യുഖാലു പറയപ്പെടുന്നു ഇന്നഹു ഖബർ ഉവൈസുൽ ഖർനി, ഉവൈസുൽ ഖർനിയുടെ ഖബറാണ് എന്ന് പറയപ്പെടുന്നു. വമാ അലിംതു അന്ന അഹദൻ ദക്കറ അന്ന ഉവൈസൻ മാത ബിദിമഷ്ക, ഉവൈസുൽ ഖർനി ഡമാസ്കസിൽ മരിച്ചതായി പണ്ഡിതന്മാർ പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. വലാ ഹുവ മുതവജ്ജിഹുൻ അയ്ളാ, അതിന് ഒരു വകുപ്പുമില്ലതാനും. കാരണം എന്താ? ഫഇന്ന ഉവൈസൻ ഖദിമ മിനൽ യമനി ഇലാ അർദിൽ ഇറാഖ്, ഉവൈസുൽ ഖർനി യമനിൽ നിന്ന് ഇറാഖിലേക്കാണ് വന്നത്. വഖദ് ഖീല ഇന്നഹു ഖുതില ബിസിഫീൻ, സിഫീൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും പറയപ്പെടുന്നുണ്ട്. വഖീല ഇന്നഹു മാത ബിനവാഹി അർളി ഫാരിസ്, പേർഷ്യയിൽ വെച്ച് മരിച്ചുവെന്നും അഭിപ്രായമുണ്ട്, അല്ലാത്ത അഭിപ്രായമുണ്ട്. എന്നാ വഅമ്മ ശാം ഫമാ ദക്കറ അഹദുൻ അൻഹു ഖദിമ ഇലൈഹാ, അദ്ദേഹം ഡമാസ്കസിലേക്ക് വന്നു എന്ന് തന്നെയും ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെയല്ലേ അവിടെ വെച്ച് മരിക്കുക, കഴിഞ്ഞില്ല. വമിൻ ദാലിക അയ്ളൻ, സമാനമായ മറ്റൊന്നാണ് ഖബർ യുഖാലു ഖബർ ഉമ്മി സലമ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ ഖബർ എന്ന പേരിൽ ഖബറുണ്ട് അവിടെ. വലാ ഖിലാഫ് അൻഹാ റളിയല്ലാഹു അൻഹാ മാതത് ബിൽ മദീന ലാ ബിശ്ശാം, ഉമ്മു സലമ ബീവി മദീനത്താണ് മരിച്ചത്, ഷാമിലല്ല. പക്ഷേ ഷാമിൽ സിറിയയിൽ ഉമ്മു സലമ ബീവിന്റെ ജാറമുണ്ട്, അവര് മരിച്ചതോ മദീനയിലാണ്. വലം തഖ്ദുമി ശാമ അയ്ളൻ, അദ്ദേഹം അവർ ഷാമിലേക്ക് വന്നിട്ടേയില്ല. വഇന്ന ഉമ്മ സലമ സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകുൻ തുസാഫിറു ബഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഉമ്മു സലമ ബീവി യാത്ര പോലും ചെയ്തിട്ടില്ല. പിന്നല്ലേ ഷാമിലേക്ക് സിറിയയിലേക്ക് പോവുക, അതൊന്നുമില്ല എന്നാണ്. ഇങ്ങനെ തുടങ്ങി ഈജിപ്തിലെ കെയ്റോവിൽ മറ്റൊരു ജാറമുണ്ട്. യുഖാലു ഇന്നഹു ഫീഹി റഅ്സുൽ ഹുസൈൻ ഇബ്നു അലി, ഹുസൈൻ ഇബ്നു അലിയുടെ തല അവിടെ ഉണ്ട് എന്നാ പറയപ്പെടുന്നത്. വഅസ്ലുഹു അൽ മക്ലൂബ്, ഇത് വ്യാജമാണ്. അതിന്റെ അദ്ദേഹത്തിന്റെ അസ്ൽ എന്താണ്? അന്നഹു കാന ബി അസ്ഖലാൻ മഷ്അദ് യുഖാലു ഇന്ന ഫീഹി റഅ്സുൽ ഹുസൈൻ, എന്നാൽ അസ്ഖലാനിൽ മറ്റൊന്നുണ്ട്, അതും വ്യാജമാണ്. അവിടെ എന്താ പറയുന്നത്? ഹുസൈൻ ഇബ്നു അലിയുടെ തല അവിടെയുണ്ട് എന്നാണ്. അപ്പം അസ്ഖലാനിൽ ഹുസൈൻ ഇബ്നു അലിയുടെ തല എന്ന് പറഞ്ഞ ജാറമുണ്ട്, ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ തല എന്ന് പറഞ്ഞ മറ്റൊരു ജാറമുണ്ട്. രണ്ടും കള്ളമാണ് എന്നാണ്. അതുകൊണ്ട് ഇത് ശരിയല്ല. പണ്ഡിതന്മാരുടെ ഇത്തിഫാഖുണ്ട് ഇത് ബാത്തിലാണ് എന്നുള്ളത്. ഇങ്ങനെ തുടങ്ങി അറിയപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുടെ പേരിൽ പല നാടുകളിൽ വ്യാജമായി പല ഖബറുകൾ ഉണ്ട്. അതൊന്നും ശരിയല്ല എന്നുകൂടി 700 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടു പോയതാണ്. അപ്പൊ അത് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ടല്ലോ പല ദർഗയും. ആരുടെ നമുക്കറിയില്ല, ആരാ കിടക്കുന്നത് ഒന്ന്. ഇപ്പൊ നാട്ടുകളിൽ ജാറാം, ആരാ കിടക്കുന്നത് ഒരു പിടുത്തമില്ല. ഇസ്ഹാഖ് വലിയുള്ള പിന്നെ കമ്മറ്റിക്കാർ പേരിട്ടതാ മരിച്ചതിന് ശേഷം. മരിച്ച് ജാറൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർ വരുമ്പോൾ ആരാ ചോദിക്കുമ്പോൾ എന്തെന്ന് പറയണ്ടേ, അങ്ങനെയാണ് പിന്നെ ഇസ്ഹാഖ് വലിയുള്ള എന്ന് പേരിട്ടത്. യാഹൂൻ തങ്ങൾ തിരൂർ BP അങ്ങാടിയിൽ 2 ജാറമാണ്. യാഹൂൻ തങ്ങൾക്ക് മയ്യത്ത് ഒന്നേ ഉള്ളൂ, ജാറം 2ആണ്. 3 കിലോമീറ്ററിനുള്ളിൽ 2 ജാറം. റൂട്ടിലൂടെ പോകുമ്പോൾ കാണാം, തിരൂരിന്ന് നമ്മൾ ആഴത്തൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യം കാണും യാഹൂൻ തങ്ങൾ മക്കാം. ഒരു 3 കിലോമീറ്റർ പോയാൽ അടുത്ത ബോർഡ് കാണും യാഹൂൻ തങ്ങൾ മക്കാം. ഒരേ ആൾക്ക് 2 മക്കാം. കുഞ്ഞുമലക്ക ഷഹീദ് 7 ജാറമാണ്. അത് പിന്നെ ചില ചരിത്രത്തിൽ പറയുന്നു, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെട്ടിമുറുക്കി 7 കഷ്ണമാക്കി കടലിലേക്ക് എറിഞ്ഞു. അപ്പൊ ഓരോ കഷ്ണം ഓരോ ഭാഗത്ത് ചെന്ന് കൂടി കിട്ടിയ കഷ്ണം കൊണ്ട് ഓരൊക്കെ ജാറുണ്ടാക്കി. ഒരു കഷ്ണം കിട്ടുമ്പോൾ ബാക്കി കിട്ടുമോ നോക്കണ്ടേ, അതില്ല. കിട്ടിയ കഷ്ണം കൊണ്ട് ഓരോരുത്തർ പോയി അവരൊക്കെ ജാറുണ്ടാക്കി. അപ്പൊ 7 ജാറം കുഞ്ഞുമലക്ക ഷഹീദിന്. ഏറുവാടിയിൽ ഉണ്ട് ഒരു ജാറം, അവിടെ ആളില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഖബർ പ്രത്യേകം ബോർഡാ, ഇവിടെ ഇപ്പോൾ ആളില്ല. അതെന്താ കാരണം പറഞ്ഞത്? ചരിത്ര പുസ്തകത്തിൽ കാണാം, അവിടെ ഒരു കുട്ടി മൂത്രമൊഴിച്ചു എന്നാ ഖബറിൽ. ഒരു കുട്ടി അവിടെ മൂത്രമൊഴിച്ചു, അത് ഇഷ്ടപ്പെടാത്ത വലിയ ഖബറിന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ ഖബറിൽ ഇപ്പോൾ ആളില്ല. ആൾ മൂത്രമൊഴിച്ചപ്പോൾ പോയി. ഇങ്ങനെ പോകണി സുഖം, എല്ലാ ജാറത്തിനും പോയി മൂത്രമൊഴിച്ചാൽ മതി, നോക്കെ പോയിക്കോളും. അപ്പൊ ഇങ്ങനെ ഓരോ കള്ളക്കഥകൾ ഓരോരുത്തർ ഉണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കാം. അപ്പൊ ഇറാഖില്, ഇറാനില്, അതേപോലെ ഈജിപ്തില്, തുർക്കിയില്, യമനില് ഒക്കെ ഒരുപാട് ജാറങ്ങളുണ്ട്. പക്ഷെ പലതും ആരാ കിടക്കുന്നത് അറിയില്ല, ആളുണ്ടോന്ന് അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരാ അതും അറിയില്ല. ഞാൻ അറിഞ്ഞാലോ എന്നാലും ഉണ്ടാക്കാൻ പറ്റൂല. ഓമാന ശ്രോതാക്കൾ ജാറം നമ്മളെ അടുത്താണല്ലോ. ഓമാന ശ്രോതാക്കൾ ഓമാനൂരും ജാറം കിടക്കുന്നത് കൊണ്ടോട്ടിയിലുമാണ്. പക്ഷെ ഓമാന ശ്രോതാക്കൾ ആണോ അല്ലേ എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ വ്യാജമായി പലതും കെട്ടിപ്പൊക്കിക്കൊണ്ടുവരാം. ഇപ്പൊ ഓരോ മഹല്ല് കമ്മിറ്റിയും ജാറം കിട്ടാൻ വകുപ്പുണ്ടെന്നാണ് നോക്കുന്നത്. എങ്ങനെയും വല്ല ജാറം കിനാവുണ്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജാറം കിട്ടിയാൽ പിന്നെ പള്ളി കമ്മിറ്റിക്ക് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ആ ഒരു താല്പര്യത്തിൽ ഇപ്പൊ എല്ലാ കബർസ്ഥാനും പണ്ട് ജാറല്ലാത്തൊക്കെ ഇപ്പം ഉണ്ടാക്കുക. 10, 25, 30, 40 കൊല്ലം മുമ്പ് മരിച്ചു പോയവർക്ക്
ഇപ്പം ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ജാറുണ്ടാക്കാൻ ശ്രമിക്കുക. അതിലിപ്പോൾ വാഴക്കാടുണ്ടായത് മരിച്ചിട്ട് 10-25 കൊല്ലമായി. അന്നൊന്നും ജാറല്ല. ഇപ്പോൾ ഓരോരുത്തർക്ക് പൂതിയാക ജാറുണ്ടാക്കിയ തരക്കില്ല. കാരണം അല്ലെങ്കിൽ മറ്റോ ഉണ്ടാക്കും. അതാ പ്രശ്നം, വേറൊന്നുമില്ല. മറ്റോ ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ ഒന്ന് നമ്മൾ ഉണ്ടാക്കുക. അതിന് പിടിയും വലിയും സുഹൃത്തുക്കൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് പലയിടത്തും ജാറങ്ങളുണ്ട്. പലതും ജൂതന്മാർ ഉണ്ടാക്കിയതാണ്, നസ്വാറാക്കൾ ഉണ്ടാക്കിയതാണ്, അല്ലാത്തവ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടവയാണ്. അതൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല. നബി തങ്ങൾ വ്യക്തമായി ധാരാളം ഹദീസിലൂടെ പരിചയപ്പെടുത്തി ഇത് പാടില്ലെന്നും ജൂതായുസമാണ്, ക്രിസ്ത്യാനികൾ ആശയമാണ്, ശപിക്കപ്പെട്ട കാര്യമാണ് എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞു. ശേഷക്കാരെ വിശദീകരിച്ചു, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതാണ് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യം. ഖബർ ഒരു ചാണുയർത്താം, അത് ഖബറാണെന്ന് അറിയപ്പെടാൻ, ചവിട്ടപ്പെടാതിരിക്കാൻ, അനാദരിക്കപ്പെടാതിരിക്കാൻ, മലമൂത്ര വിസർജനം ചെയ്യപ്പെടാതിരിക്കാൻ ഒക്കെയാണ് ഒരു ചാൺ ഉയർത്തുന്നത്. അതിനപ്പുറം ഖബർ ഉയർത്തൽ പ്രാമാണികമല്ല, പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു അഅലം.